നമുക്കിന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വയ്ക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ വന്നിട്ട് കുറച്ച് പട്ട, 1-2 പീസ് പട്ട, ഗ്രാമ്പൂ, തക്കോലം അങ്ങനത്തെ സംഭവങ്ങൾ, മറ്റേ ലീഫ് ഉണ്ടല്ലോ അതൊക്കെ ഇടുക. അത് കഴിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ച സവാളയും അതോടൊപ്പം 2 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ചിക്കൻ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ നീര് മതി, അതും കൂടെ കുഴച്ചിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവം ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കുറച്ച് തക്കാളി, ഒരു 2 ചെറിയ തക്കാളിയും അതോടൊപ്പം കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്യും. കൂടെ ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിലോട്ട് അപ്പോഴത്തേക്ക് പകുതി വേവ് വന്നിട്ടുണ്ടാവും. അതിലോട്ട് മല്ലിയില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ അരി, ഇപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, കൈമാ റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് ചേർത്തിട്ട് ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിൽ, അതിൻ്റെ ഇതെല്ലാം ആവിയെല്ലാം മാറുമ്പോൾ എടുക്കാം. ഈ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പം ചേർക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുക്കർ ബിരിയാണി തയ്യാറായി. നല്ല ഫ്ലേവറാണ് കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.